മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എത്ര ലാഘവത്തോടെയാണ് നീ വഴിമാറി നടക്കുന്നത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം 2 35 തിരുവചനം. ദൈവം ഈ നോമ്പുകാലത്ത് നമ്മോട് വ്യക്തിപരമായി ചോദിക്കുന്ന ഒരു ചോദ്യമായി നമുക്കിതിനെ വിലയിരുത്താം. എൻ്റെ ആത്മീയ ജീവിത വഴികളിൽ ലാഘവത്തോടെ നടക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്? സന്ധ്യാപ്രാർത്ഥനകൾ, ദൈവവചന വായന, കൂദാശ സ്വീകരണം, ഇവയിലൊക്കെ ഞാൻ കാണിക്കുന്ന ലാഘവത്വം വലുതാണോ? ആരാണ് വഴിയെന്ന് ഈശോ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഞാനാണ് വഴിയും സത്യവും ജീവനും. ഈശോയാകുന്ന വഴിയിലൂടെ നടക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. യോഹന്നാൻ ശ്ലീഹ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. ഈശോയാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ ശക്തിപ്പെടുത്തട്ടെ.